ആ ശരിയാ, ആ ആഡിയിലുണ്ടല്ലോ, അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഫൈനലായോ? എല്ലാം സോൾഡ് ആണോ? പേപ്പേഴ്സ് സൈൻ ചെയ്തോ? നമ്മളിവിടെ ഡീലൊന്നും ഫൈനൽ ചെയ്യാൻ വന്നതല്ല. ഒരു ഡീലിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. ഒരു രഹസ്യബദ്ധത്തെ എക്സ്പോസ് ചെയ്യാൻ വന്നതാണ്. പുറത്തു കൊണ്ടുവരാൻ വന്നതാണ് രഹസ്യബന്ധം. ഇത് എന്തായി പറയുന്നത് പ്രണവ്? ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും. കളിയാക്കുന്നത് നീയാണ് നിഖിൽ. തനു നീയും തമ്മിൽ എന്താ ബന്ധം? തനുവുമായിട്ട് എനിക്ക് ബന്ധുവോ? ഒരു ബന്ധവുമില്ലാന്നേ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, മറ്റൊന്നുമില്ല. സുഹൃത്തിനപ്പുറം? സുഹൃത്തിനപ്പുറം? അപ്പുറം എന്ന് വെച്ചാൽ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയില്ലടോ. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിഖിൽ, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിനക്കെതിരെയുള്ള തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവോ? എന്തൊക്കെയാണോ ഈ പറയുന്നത്? എന്ത് തെളിവ്? എൻ്റെ സംശയം നിന്നെയും തനുവിനെ ഒരുമിച്ച് അന്ന് റൂമിൽ കണ്ടില്ലേ? ആ നിമിഷം മുതൽ തുടങ്ങിയതാ. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി കണ്ടപ്പോൾ എൻ്റെ സംശയം കൂടുകയാണ് ചെയ്തതെങ്കിൽ. ഏത് റിപ്പോർട്ടിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഈ റിപ്പോർട്ടിൻ്റെ. തനുവിൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട്. ഇതിലെഴുതിയിരിക്കുന്നത് കുട്ടിയുടെ അച്ഛൻ നീയാണെന്ന്. എൻ്റെ കുട്ടിയോ? ഏത് കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്? എനിക്ക് കുട്ടിയൊന്നുമില്ല. തനുവിനൊപ്പം തീരെയില്ല. കാരണം നമുക്കിടയിൽ അങ്ങനെയൊന്നും തന്നെ ഇല്ല. നോകബി, നിനക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. കാരണം ഈ ഫയൽ ഇതാ എഴുതിയിരിക്കുന്നത്, ഇത് നോക്കിയത്, ഇത് മുഴുവൻ ഇതൊക്കെ തെറ്റാണ്. പിന്നെ അബി എനിക്ക് തോന്നുന്നത് എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന്. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തുടരാതിരിക്കാൻ വേണ്ടി എന്നെ കൊടുക്കാൻ ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഫേക്കാണ്. ഈ റിപ്പോർട്ട് എൻ്റെ ശത്രുവല്ല, എൻ്റെ ഫ്രണ്ട് പ്രണവാ കൊണ്ടുവന്നത്. അവനൊരിക്കലും എന്നെ ചതിക്കില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ സത്യം അറിയേണ്ടത് നിന്റെ വായിന്ന. പ്രണവ് നോക്ക്, നിനക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്. ഈ റിപ്പോർട്ട് തെറ്റാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ ഫേക്ക്. എനിക്കും തനുവിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ റിപ്പോർട്ട്സ് എങ്ങനെ? നോക്ക്, ചിലപ്പോൾ പൈസയുടെ ആർത്തിയിൽ ആരെങ്കിലും നിനക്ക് ഈ റിപ്പോർട്ട്സ് തന്നതായിരിക്കാം. കാരണം ഈ ഫേക്ക് റിപ്പോർട്ട്സ് ഒരിക്കലും എൻ്റേതാവില്ല. ഈ റിപ്പോർട്ട് ഫേക്ക് അല്ല. കാരണം എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയത് മറ്റെവിടുന്നുമല്ല, നിന്റെ വീട്ടിൽ നിന്ന് തന്നെ. എൻ്റെ വീട്ടിൽ നിന്നോ? അതെ, നിന്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ നീ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം ഈ റിപ്പോർട്ട് നിന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം.
എനിക്ക് മനസ്സിലായി ലാസ്റ്റ് പ്രോജക്റ്റ് നീ അബിയോട് കുറച്ച് ഫ്രോഡ് പണി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തരാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് കിട്ടിയത്. ഒരു വ്യക്തി ഈ പ്രഗ്നൻസി റിപ്പോർട്ട് എന്തിനു സൂക്ഷിച്ചു വെക്കണം? അത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ആ പെൺകുട്ടിയുമായി അയാൾ ആഴത്തിൽ ബന്ധമുണ്ടായിരിക്കണം. ചോദ്യം ഇതല്ല. നീയും തനുവായി ബന്ധമുണ്ടോ എന്ന് ചോദിക്കാനല്ല ഞങ്ങൾ വന്നത്. ചോദ്യം ഇതാണ്, നിനക്കും തനുവിനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോന്ന്. അതിനുള്ള മറുപടി ഉണ്ടോ ഇല്ലേ? ഇവൻ എന്നെ കൊലയ്ക്ക് കൊടുക്കും. ഇഡിയറ്റ്. എന്റെ റിപ്പോർട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നു. റിപ്പോർട്ടാണോ അതോ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് ആണോ ഇത്? ഇതൊക്കെ നുണയാണ്. അങ്ങനെയൊന്നും ഇല്ല അബി. നീ പറയുന്ന ഈ റിപ്പോർട്ട് കള്ളാണെന്നല്ലേ? ശരി, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാനിതൊക്കെ ഇതൊന്നും നിഖിൽ, നിന്റെ ബബ കാണുമ്പോൾ തന്നെ അറിയാം ഈ റിപ്പോർട്ട് കള്ളമല്ലെന്ന്. നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്നോ? സത്യം തുറന്നു പറയുന്നതാണ്. ഇനി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് തനുവിനെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കേണ്ടി വരും. കാരണം അവൾ അബിയെ പറ്റിച്ചെന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചത്. അവനെ ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉള്ള സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. നോക്ക്, നീ എത്ര നേരം വൈകുന്നു അത്രയും പ്രോബ്ലംസ് കൂടിക്കൊണ്ടേയിരിക്കും. നിന്നെക്കുറിച്ച് ചിന്തിക്കണ്ട, നിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചെങ്കിലും ചിന്തിക്കും. അവളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കണ്ട, പറയ്. ലൈഫിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇനിയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യ്. സത്യത്തിന്റെ കൂടെ നിൽക്ക്. എന്തു പറ്റി നിഖിൽ? എന്താണ് ഇത്ര ബഹളം? പിന്നെ ഇവരൊക്കെ ആരാണ്? കം. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എങ്കിൽ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തില്ലേ? ആക്ച്വലി യു ആർ റൈറ്റ്. ഇവരെയൊക്കെ നിനക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കം, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. ഗായ്സ്, ഇതാണ് തനുശ്രീ. എൻ്റെ തനു. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒന്നിച്ചാണ് താമസിക്കുന്നത്. വി ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. പിന്നെ നിന്റെ കയ്യിലുള്ള ആ റിപ്പോർട്ട്സ് അത് മറ്റാരുടെയും അല്ല, തനുവിൻ്റെയാണ്. തനുവിൻ്റെ അല്ല, പകരം എൻ്റെ കൂടെയുള്ള ഈ തനുവിൻ്റെയാണ്. ലാസ്റ്റ് ഇയർ തനു പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരുമിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാറുണ്ട്.
കല്യാണം കഴിക്കാത്തത് കാരണം എനിക്ക് ആ കുട്ടിയെ വേണ്ടായിരുന്നു. പക്ഷേ തനുവിന് കുട്ടിയെ വേണമായിരുന്നു. ഇതിനെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ വലിയ വഴക്കും ഉണ്ടായി. കാര്യങ്ങൾ ബ്രേക്കപ്പ് വരെ എത്തിയിരുന്നു. ബട്ട് നൗ എവറിത്തിങ് ഇസ് സോർട്ടഡ് ആൻഡ് ഞങ്ങളിപ്പോൾ വീണ്ടും ഒരുമിച്ചാണ്. നീ പറയുന്ന കൊള്ളമാണ്. ഇത് നിന്റെ ഗേൾഫ്രണ്ട് അല്ല. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതെന്റെ ഗേൾഫ്രണ്ട് ആണോ അല്ലയോ എന്ന് ഞാനല്ലേ പറയേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഇവൾ എവിടെയായിരുന്നു? ഈ വീടിന് പുറത്തും ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് പ്രണവ്. വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലി ചെയ്യണം. തനുവിന്റെ കാര്യമാണെങ്കിൽ തനു ഇസ് എ വർക്കിംഗ് ലേഡി. നീ വന്ന സമയത്ത് അവൾ ജോലിയുടെ ആവശ്യത്തിനായി പോയിരുന്നു. ശരി, ഇവൾ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് സമ്മതിച്ചു. പക്ഷെ ഇവളുടെ പേരെങ്ങനെ തനുവാകും? ഇതൊരല്പം കൂടിപ്പോയില്ലേ? കോയിൻസിഡന്റ്ലി കൂടിപ്പോയതാകാം. പക്ഷെ സത്യം ഇതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ നിന്റെ ചോദ്യത്തിനുള്ള മറുപടി അത് കുറച്ച് മോശമാണെങ്കിലും അതിനുള്ള മറുപടി ഞാൻ തരാം. തനുവിന്റെ പേര് തനു ആയിരിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു ക്ലാസ്സിൽ ഒരേ പേരുള്ള 2 കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ടീച്ചേഴ്സ് റിപ്പോർട്ട് കാർഡ് കൊടുക്കുമ്പോൾ കൺഫ്യൂസ് ആയി പോവാറില്ലേ? അതേപോലെ തന്നെ നീയും ഈ റിപ്പോർട്ട്സ് വായിച്ച് കൺഫ്യൂസ്ഡ് ആയി. നീ കൺഫ്യൂസ്ഡ് ആയത് ഒരു തെറ്റല്ല, കാരണം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും കൺഫ്യൂസ്ഡ് ആയേനെ. പക്ഷെ പ്രണവ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. നിന്റെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ കൺഫ്യൂഷന്റെ പേരിൽ നീ വലിയ കുറ്റമാണ് എൻ്റെ പേരിൽ ചുമത്തിയത്. ആൻഡ് എന്നെ വിട്, ഈ പാവം പെൺകുട്ടിയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഇവളുടെ ഇമേജ് എന്താകും? പ്രണവ്, ഇനി നിന്റെ ശത്രുത എന്നോടോ തനുവിനോടോ തന്നെയാണോ? അതോ ഇനി നിന്റെ ശത്രുത അഭിയോടോ വല്ലതുമാണോ? എക്സ്ക്യൂസ് മീ ഗൈസ്, എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ ഇവിടെ എന്ത് മാറ്ററാണ് നടക്കുന്നതെന്ന്. ബട്ട് പ്ലീസ്, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ഈ കാര്യം പുറത്തറിയരുത്. എൻ്റെ പേരൻസിന് ഞാൻ നിഖിലിനോടൊപ്പം ലിവിങ്ങിലാണ് കഴിയുന്നതെന്നറിഞ്ഞാൽ അവർ എന്നെ ഉറപ്പായും കൊന്നുകളയും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അഭി, ഞാൻ പറയുന്ന കേക്ക്. ഇവര് പറയുന്നതൊക്കെ കള്ളമാണ്. ഗേൾഫ്രണ്ട് ഈ സെയിം നെയിം. ഇതൊക്കെ അവൾ എന്തിനാ കള്ളം പറയുന്നത്? ഒരു പെൺകുട്ടി ഇത്രയും വലിയൊരു കുറ്റം എന്തിനു കേൾക്കണം? അതുപോലെ അവൾ പറയുന്നത് കേട്ടില്ലേ, അവളുടെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. നോക്ക് പ്രണവ്, നീ ഇതൊക്കെ മനഃപൂർവ്വം ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലപ്പോൾ നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാവാം. നീ എന്തായാലും ഇതിനെ മറ്റൊരർത്ഥത്തിൽ കാണാൻ നിൽക്കണ്ട. ഐ എം സോറി. അത് പേര് സെയിം ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷനായിപ്പോയി. അഭി, ഇറ്റ്സ് ഓക്കെ. അത് കേട്ടിട്ടില്ലേ, വലിയ വലിയ നഗരങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ബട്ട് ഐ ഹോപ്പ് നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ ഇതൊരിക്കലും ബാധിക്കില്ലെന്ന്. നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇനിയും ആയിരിക്കും. ഫൈൻ.
താങ്ക് യു സോ മച്ച് നികിത, താങ്ക് യു സോ മച്ച്. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ പെട്ടുപോയി. നീ ഉണ്ടായിരുന്നു, നീ എനിക്ക് ഹെൽപ്പ് ചെയ്തു, പിന്നെ നീ കാരണം ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നു. നിന്റെ ആക്ടിങ് ശരിക്കും മൈൻഡ് ബ്ലോയിങ് തന്നെയായിരുന്നു. ശരിക്കും ഞാൻ നിന്റെ ഫാനായി. ഒരു സെക്കൻഡിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി ശരിക്കും എൻ്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന്. ഇനി നീ നോക്കിക്കോ, ഈ ആക്ടിങ് കാരണം നീ വലിയൊരു ആക്ടറായി തീരും. നീ ഇതെല്ലാ തവണയും പറയാറുണ്ട്, പക്ഷെ ഇതുവരെ ഒരു നല്ല പ്രോജക്റ്റ് തന്നിട്ടില്ല. അത്രേ ഉള്ളൂ. ഇന്നത്തെ ഹെൽപ്പിന് ശേഷം ഞാൻ നിനക്ക് നെക്സ്റ്റ് ആഡിൽ ഞാൻ ഗ്യാരണ്ടി തരാം. അടുത്ത ആഡിൽ ആരെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും നീ ഉറപ്പായിട്ടുണ്ടാവും. റിയലി? റിയലി. ആൻഡ് ഇൻഫാക്ട് ഞാൻ നിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ വിളിക്കും. ഇന്ന് കുറച്ച് ജോലിയുണ്ട്, പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഉറപ്പായിട്ട് വിളിക്കും. എന്തായാലും ഇതുവരെ നീ എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നോ അതിനൊക്കെ താങ്ക് യു സോ മച്ച്. ആൻഡ് അതിന് പകരമായി ഈ കുറച്ച് ക്യാഷ് ഉണ്ട്, വെച്ചോ. ഓക്കെ, താങ്ക് യു. ഞാൻ നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ബൈ ആലിയ, ബൈ തനു. ബൈ. എന്താ അബി? എന്ത് പറ്റി അബി? എന്താ പ്രശ്നം? പ്രണവൻ, നീ ഇത്രയും വലിയ തെറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? നീ പറഞ്ഞത് കേട്ട് ഞാൻ തനുവിനോട് എന്തൊക്കെയാ സംസാരിച്ചത് നീയും കേട്ടതല്ലേ? നിനക്ക് ഇത്രയും തെറ്റ് എങ്ങനെയാ സംഭവിക്കുന്നത്? അവരുടെയൊക്കെ മുന്നിൽ തീരെ ചെറുതായതുപോലെയാ എനിക്ക് തോന്നുന്നത്. എനിക്ക് മൂത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല ഇപ്പോ. എടാ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പ്രണവ്. ഇത്രയും വലിയൊരു കാര്യം നീ കൺഫേം ചെയ്ത് നോക്കേണ്ടതായിരുന്നില്ലേ? നിന്നെ വിശ്വസിച്ച് എനിക്ക് എന്നോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതായി. ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ 2 തവണ ആലോചിക്കണം. എന്നിട്ട് മാത്രമേ ആ കാര്യം നീ എന്നോട് വന്ന് പറയാവൂ. എനിക്കറിയാം നീ മനഃപൂർവ്വം എന്നോട് തെറ്റ് ചെയ്യില്ലെന്ന്. പക്ഷെ നീ കാരണം ഇപ്പോൾ എനിക്ക് വലിയ തെറ്റ് സംഭവിച്ചത്. വേണ്ടടാ, നിന്റെ ഒന്നും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. നിഖിൽ, താങ്ക് യു സോ മച്ച്. ഐ മീൻ, ഞാൻ അറിഞ്ഞതേ ഇല്ല നീ ഇത്രയും വലിയ കൗണ്ടർ പ്ലാൻ എപ്പോ ഉണ്ടാക്കി എപ്പോ എക്സിക്യൂട്ട് ചെയ്തു എന്ന്. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. പക്ഷെ നീ എന്നെ രക്ഷിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നീ എന്നോടല്ല പറയേണ്ടത്. ആക്ച്വലി താങ്ക് യു നീ ആലിയോടാണ് പറയേണ്ടത്. ആലിയ എന്നെ കൃത്യസമയത്ത് ഫോൺ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും എനിക്ക് പ്ലാൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആലിയ, നീയോ? ഓ മൈ ഗോഡ്, നീ ഇതൊക്കെ എപ്പോ പ്ലാൻ ചെയ്തു? ഐ മീൻ, നമ്മുടെ 2 പേരുടെയും ഫോൺ ആന്റിയുടെ കയ്യിലായിരുന്നു. വഴിയിൽ വെച്ച് നമ്മൾ ഫോൺ ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടിയില്ല. പിന്നെ നീ എങ്ങനെ ഇതൊക്കെ? സ്വീറ്റ് ഹാർട്ട്, നീ മറന്നുപോയി. ഞാൻ ആലിയ മേനോനാണ്. ഇൻഫാക്ട് നിനക്കും അറിയില്ലായിരുന്നു നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ഞാനൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാറുമില്ല. ഞാൻ അങ്ങോട്ട് പോവാ, നീയും വേഗം വാ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ക്രിയയും കർമ്മവും ഒക്കെ കാണാം. ഓ ഗോഡ്, അപ്പോൾ തനുവിന്റെ ഏട്ടന്റെ കല്യാണം ഇനി നടക്കില്ലേ? അപ്പോൾ ഇത്രയും കാലത്തെ നമ്മുടെ പരിശ്രമം, നമ്മുടെ അധ്വാനം എല്ലാം വെറുതെ ആകുമോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. തനുവിന്റെ മൈൻഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആലിയ മേനൻ, ആദ്യം നീ ക്ഷമ ചോദിക്കുക, പിന്നെ മാത്രമേ ഞാൻ നിന്റെ ജോലി ചെയ്യുള്ളൂ. ഹലോ, പറയൂ ആലിയ, ഇപ്പോഴെന്ത് ജോലിക്കാണ് എന്റെ സഹായം വേണ്ടത്? നിന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. കാരണം നീ വലിയ പ്രശ്നത്തിൽ കുടുങ്ങാൻ പോവുകയാണ്. എന്ത് പ്രശ്നത്തിലാണ് കുടുങ്ങാൻ പോകുന്നത്? കാര്യം എന്താണെന്ന് വ്യക്തമായി പറയൂ. ഏട്ടന്റെ തനുവിന്റെ സത്യം മനസ്സിലായി.